മുടി കൊഴിച്ചിലിൻ്റെ സമയത്ത് ഞാൻ യൂസ് ചെയ്തൊരു ടോണറിനെ പറ്റിയാണ് ഞാനൊരു വീഡിയോ ഇട്ടെ. അപ്പോൾ വന്നിട്ടുള്ള കമൻസ് ആണ് ഇത്. ആദ്യം പറയുകയാണ് എനിക്ക് ഓക്കെ എന്ന് കരുതി നിങ്ങൾക്ക് ഓക്കെ ആവണമെന്നില്ല. എനിക്ക് ഓരോന്ന് യൂസ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസേ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നല്ല മുടി കൊഴിച്ചിലിൻ്റെ സമയത്താണ് ഞാൻ ഈ ചെറിയുള്ളിയുടെ നീരെടുത്ത് അപ്ലൈ ചെയ്തത്. ഒരുപാട് മുടി കൊഴിഞ്ഞു കൊടുത്തു. ഒരു 10 മുടിയൊക്കെ ആയിട്ട് കുറഞ്ഞപ്പം ഒരുപാട് സന്തോഷം തോന്നി. പക്ഷെ ഒരു വൃത്തികെട്ട സ്മെല്ലാണ് കേട്ടോ ഈ തലയിൽ തേക്കുമ്പോൾ. എനിക്കാണെങ്കിൽ മുടി കൊഴിച്ചിലിൻ്റെ സമയത്ത് ഷാമ്പൂ യൂസ് ചെയ്യാൻ പറ്റില്ല. കൂടുതലായിട്ട് മുടി കൊഴിയും ചെയ്യും. 3 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ മുടി നരയ്ക്കാൻ തുടങ്ങി. ഇതുവരെ നര കാണാത്ത എനിക്ക് അന്നത്തെ ദിവസം ഉറക്കം പറ്റിയില്ല. ഇനി മുടി കൊഴിച്ചിൽ കൂടിയപ്പം ഞാനൊരു മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും ചെറിയുള്ളി യൂസ് ചെയ്തു. ഉണ്ടായി വരുന്നതേ വെളുത്ത മുടിയാണ്. അപ്പൊ തന്നെ നിർത്തി. പിന്നെ കുറെ മാസങ്ങൾക്ക് ശേഷം സാധാ വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളി അരിഞ്ഞിട്ട് സിമ്പിൾ ആയിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഡയറക്റ്റ് നീര് യൂസ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടില്ല വെളുത്ത മുടിയുടെ പ്രശ്നമൊന്നും വെളിച്ചെണ്ണയായിട്ട് യൂസ് ചെയ്തപ്പോൾ ഉണ്ടായില്ല. ബട്ട് മുടി കൊഴിച്ചിലും വലിയ മാറ്റമില്ലായിരുന്നു. അവസാനം പലതും ട്രൈ ചെയ്തിട്ടാണ് ഞാൻ ഈ ടോണറിലെത്തി. ഒരു തവണ എത്ര കൊഴിയുന്നു ഞാൻ ഫോട്ടോസ് കൊടുത്തു. ടോണർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയാലോ? കമന്റ്സ് പ്രതീക്ഷിക്കുന്നു.